കണ്ടിട്ടോ ആന കണ്ടിട്ട് കോമഡി. വെൽക്കം ബാക്ക് ടു ചാനൽ. എങ്ങനെ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളിന്ന് മൂന്നാറിൽ എത്തിയിട്ടുണ്ട്. റൂമൊക്കെ എടുത്ത് ഇന്നലെ വീഡിയോയിൽ കാണിക്കാവല്ലേ. ഇന്നലത്തെ ഫുള്ള് വരുന്ന മുതൽ ഇവിടെ എത്തുന്ന വരെയുള്ള വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യണേക്കാരട്ടോ. അപ്പൊ നമ്മൾ ചായ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഡ്രസ് ചേഞ്ച് ചെയ്ത് ഇറങ്ങിയതാണ്. ഭയങ്കര തണുപ്പാ, ചുണ്ടൊക്കെ പൊട്ടിയത്. ഇന്നലെ രാത്രി പെരും തണുപ്പായിരുന്നു. ഇപ്പോഴും ഈ ടൈമിൽ ശരിക്കും വരുന്നതാകുമ്പോ ഈ വെയിലാണ്, എന്നാലും തണുപ്പ് വിട്ട് മാറില്ല. ഭയങ്കര തണുപ്പാണ്. നമ്മളിപ്പോ റൂം ആ ഒരു ഭാഗത്താണ്. നമ്മൾ ഇനി റിട്ടേൺ പോകുമ്പോ റൂമിന്റെ ആ ഒരു ഭാഗത്ത് ഭയങ്കര കോടലുണ്ട് രാത്രി. നമുക്ക് പിന്നെ രാത്രി വന്നപ്പോഴേ ഫോണിൽ ചാർജും കഴിഞ്ഞ്, അതുപോലെ തന്നെ ആ കോട കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെന്ന് പറയാന് നമ്മള് കുറച്ച് മൂന്നാറിന് കുറച്ച് അടിയിക്ക് ഇങ്ങനെ വന്നിട്ടാണ് റൂം എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചായ അടിക്കാൻ വേണ്ടി കുറച്ചിങ്ങോട്ട് പോന്നു, കുറച്ചേ പോന്നിട്ടുള്ളൂ. അപ്പൊ ഇനി നമുക്ക് ചായ അടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകാണ്ട് ഇറങ്ങാണ്. ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ കുളിച്ച് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അങ്ങനെ ചായ അടിക്കാൻ വേണ്ടി വെറുതെ നിന്ന് ഇറങ്ങിയതാണ്. ഈ റൂമിൽ പോയിട്ട് വേണം നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിങ്ങാണ്ട് പോവാന്. അപ്പൊ നമുക്ക് ചായ അടിക്കുന്ന കാര്യങ്ങളും അങ്ങോട്ട് പോയുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഇന്നത്തെ വീഡിയോ നാളെ കേട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യണ്ടാവുക. ഇന്ന് വൈകുന്നേരം ഒരു 4 മണി ആവുമ്പോ നമ്മൾ അപ്ലോഡ് ചെയ്യും. 5 മണിക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്യലുള്ളത്. അപ്പൊ വീഡിയോ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എല്ലാരും കണ്ടുകാണ്ട് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഗൈസ് നമ്മളിത് മൂന്നാറിന്റെ ആ ഒരു ഭാഗത്ത് ചായ അടിക്കാൻ വേണ്ടി പോയിക്കൊണ്ട് കേട്ടോ. ഇവിടെ ഇപ്പൊ വെയിലുണ്ട്, എന്നാലും ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഈ പോകുമ്പോഴൊക്കെ എന്തോ ഒരു തണുപ്പാന്നറിയോ. മൂന്നാർ വെജിറ്റേറിയനാ? ആ രാവിലെ നല്ല അപ്പൊ ഗൈസ് നമ്മൾ ചായ അടിക്കാൻ വേണ്ടി ഇതാ ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. അതെ, അത് നല്ലത്. അപ്പൊ നമ്മൾ ചായ അടിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി കഴിക്കാൻ പോവല്ലേ, ഉള്ളിൽ പോവാ. നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ട് ചെല്ലാതിട്ടൊന്നും. അപ്പൊ എന്നാലും നമുക്ക് ഉള്ളിൽ പോയേക്കാം. ഞാന് പുറത്ത് പോയിട്ട് ഫസ്റ്റ് ടൈമാണ് പൂരി. ഞാൻ പൂരി വാങ്ങലില്ലല്ലോ. ഞാൻ കൂടുതലും മസാല ദോശയാണ് വാങ്ങാറില്ല. അപ്പൊ ബാബു പറഞ്ഞ പൂരി നോക്കിയാണ്. അങ്ങനെ പൂരി ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. സാമ്പാറില്ലേ? ഓറഞ്ചും പച്ച പച്ചക്കട്ടായി ഇന്ത്യന്റെ പൂപ്പടായി. ചായ ഓർഡർ ചെയ്തോ. ചായ വയറ് നമ്മളെ ഭൂരി എത്തിയിരിക്കുകയാണ്. നമുക്ക് കുറച്ച് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട്. ഈ ചായടി കഴിഞ്ഞാൽ നേരെ ഒന്ന് വെറുതെ ഒന്ന് കുറച്ച് നടക്കൂലേ, ചെറുതായിട്ടൊന്ന് ഇങ്ങനെ നടക്കാൻ പോയി. നിങ്ങൾക്ക് അങ്ങനെ ടൈം കുറെ ലേറ്റ് ആയി. തണുപ്പ് കാരണം ഒന്നാമത് റൂമിൽ പുറത്തോട്ട് ഇറങ്ങാൻ വയ്യ. അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കാനേ തോന്നുന്നു. ബാബു പറയുന്നത് ഒരു 10 മണിയാകുമ്പോ പോകാനെന്നേ പറഞ്ഞത്. എന്തായാലും 10 മണി കഴിഞ്ഞു. 11 മണിക്ക് റൂം വെക്കേറ്റ് ചെയ്യണം. ഇവിടെ 2 to 11 ഉച്ചക്ക് 2 മണിക്ക് റൂം എടുക്കുകയാണെങ്കിൽ പിറ്റേന്ന് 11 മണിക്ക് വെക്കേറ്റ് ചെയ്യണം. നല്ല റൂമായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടില്ല. നല്ല റൂമായിരുന്നു. നല്ല ക്ലീൻ ചെയ്യുന്നുണ്ടോ റൂം.
മൂന്നാറിലെ ടൗണിലത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പൊ എനിക്കൊരു ചെറിയൊരു തൊപ്പി വേണമെന്നൊരു പൂതി ഉണ്ട്. അപ്പൊ അത് വാങ്ങാൻ വേണ്ടിയുള്ള നോട്ടങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കാണ്. നമ്മള് ചായ അടിച്ച് ഇറങ്ങി. ഇവിടെ കുറേ സ്ഥലത്ത് ഇങ്ങനെ മുല്ലപ്പൂവൊക്കെ വെച്ച് ഇതാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേമാതിരി ഈ സൈഡിൽ ഇങ്ങനെ കുറെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇവിടെ ഇവിടുന്നാണ് റൂമൊക്കെ ഓട്ടെ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊപ്പി വാങ്ങണമെന്നുണ്ടായിരുന്നു. അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ ഗ്യാപ്പില്ല. അപ്പൊ ബാബു പറഞ്ഞു ഇനി പോണ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും, അപ്പൊ അവിടുന്ന് വാങ്ങാന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മള് റൂമിക്ക് പോയിക്കൊണ്ട് കണ്ടാ എന്നാൽ കുറച്ച് ടൈം ആയിട്ടുണ്ട്. ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്യണ്ടേ. അപ്പൊ നമുക്ക് റൂമിലേക്ക് പോവാം. അപ്പൊ നമ്മളെ റൂമുള്ള ലക്ഷ്മി നല്ല ബഡ്ജറ്റിൽ ഫ്രണ്ട്ലി ആട്ടോ. നല്ല കാര്യങ്ങളും കസ്റ്റമറിൽ നല്ല നീറ്റും കാര്യങ്ങളൊക്കെ അല്ലേ. നല്ല റൂമും നല്ല നീറ്റും കാര്യങ്ങളൊക്കെ ആയുള്ള റൂമാണ്. അപ്പൊ അപ്പൊ മൂന്നാർക്ക് വരുന്നവർക്ക് ഇങ്ങനെ അഫോർഡബിൾ റേറ്റിനുള്ള റൂംസ് നോക്കണ്ടെങ്കിൽ ഇവിടെ വരാം. നല്ല ക്ലീനും കാര്യങ്ങളൊക്കെ അതൊക്കെ പക്കാണ് കേട്ടോ. അപ്പൊ നമുക്ക് റൂം പോയാലോ. ഞങ്ങള് ഡ്രസ്സ് ചെയ്തിട്ട് വരട്ടെ ഗൈസ്. അപ്പൊ ഗൈസ് നമ്മള് റൂമിൽ നിന്നൊക്കെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ പുറത്തിറങ്ങിട്ടോ. ആദ്യം നമ്മള് ഗൈസ് പോകുന്നത് ടോപ്പ് സ്റ്റേഷനിലേക്കാണ്. അപ്പോ ടോപ്പ് സ്റ്റേഷൻ വട്ടവട ഭാഗത്തൊക്കെ പോകുന്നത്. പിന്നെ അപ്പൊ അവിടെ കാണാനുള്ള മാട്ടുപടി ഡാമും അതുപോലെ കാണാനൊക്കെ ഇങ്ങനെ കണ്ടുപോകാം. അതിലോ ഫുള്ള് ടീ നല്ല കാഴ്ചകളാണ് ഇവിടെ. ഇന്നലെ നമ്മള് ആ ഒരു എന്താ പറയാ മറ്റേ തേയിലത്തോട്ടത്തിന്റെ അതിന് കൂടെ ഒക്കെയാണ് രാത്രി വന്നത്. അപ്പൊ അതുകൊണ്ട് ഇരുട്ടായോണ്ട് അതൊന്നും നമുക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. ഓരോരോ സ്പോട്ട് ഇങ്ങനെ കണ്ടുപോകാം. നമുക്ക് ഇത് ഫ്ലവറിന്റെ എന്തോ ആണല്ലേ. അപ്പൊ അവിടെ കുറച്ച് ലോങ്ങിൽ ഫുള്ള് തേയില പറിക്കട്ടല്ലേ. എന്താ അങ്ങോട്ട് പോകാൻ പറ്റുമോ? അപ്പൊ നടന്നോട്ട് ഈ ഭാഗത്തും ഉണ്ട് ഫുൾ. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക്. ഫുള്ള് റിപ്പിൾട്ടിന്റെ ആണ്. എല്ലാ അടിയിലടിയിൽ ഇങ്ങനെ ബോർഡ് കാണാം. റിപ്പിൾട്ടി പറഞ്ഞാല് അപ്പൊ മോളിൽ അതന്നെ രസം. എന്തായാലും അടിപൊളി കാഴ്ചല്ലേ. ഓരോ കടകളും കാര്യങ്ങളൊക്കെയാണ്. ആൾക്കാരോടെ നോക്കി നോക്കുന്നുണ്ട്. ആ ഒരു ഭാഗം ഏത് കമ്പനിയുടെ ചായപ്പൊടി അതൊക്കെ ഉള്ള ഫ്ലക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഏതായാലും കണ്ണെത്താ ദൂരത്തോളം തേയിലത്തോട്ടല്ലേ. അതാണ് മൂന്നാർ എന്ന് പറഞ്ഞ. മൂന്നാറിന്റെ വൈബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേയില തുണ്ടിച്ചിട്ടുണ്ട്. രാവിലെ ഉള്ളല്ലോ തേയില. രാവിലെ പിന്നെ രാത്രി രാവിലെ നേരത്തെ പണിക്കുന്ന ആൾക്കാർ. അപ്പൊ ഏകദേശം അവിടെ നമ്മൾ വന്നപ്പോ ഇവിടെ സൈഡിലൊക്കെ തേയില തുള്ളിക്കാണ്ട് ആക്കിട്ടാണോ. ഇപ്പൊ നമ്മളിത് ഈ ഒരു ടീ ഫാക്ടറി കാണാൻ വേണ്ടി കണ്ടാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. ഇതാണ് സ്ഥലം. ഇപ്പൊ ഫുള്ളൊക്കെ കയറി നോക്കാം. പാർക്കിംഗ് ഏരിയയിലാണ് ഇപ്പൊ. ബംഗാളി മുതൽ സിക്കാർ വരെ ഉണ്ട്.
അപ്പൊ നമ്മളിപ്പോ ഉള്ളത് എവിടെ വെച്ചിട്ടുണ്ടെങ്കില് എന്തോന്നാ ടീന്റെ പേര് മറ്റേ റിപ്പിൾ ടീന്റെ ഫാക്ടറിയിലുള്ളത്. അപ്പൊ അത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അവിടെയാണ് ഇപ്പൊ ഉള്ളത് നമ്മള്. പക്ഷെ ഉള്ളിലേക്ക് കയറണം, ഒരാൾക്ക് 100 രൂപയാണ് വരുന്നത്. ഇന്റർവ്യൂസ് 100 രൂപ. എന്തൊക്കെ ഇവിടെ ഉള്ളത് നോക്കട്ടെ. വെറുതെ ഫാക്ടറി മാത്രം കാട്ടിക്കാട്ട് 100 രൂപയ്ക്ക് പറഞ്ഞാൽ ഞങ്ങൾ കാര്യമില്ല. വെറുതെ കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ ഒരുപാട് അവര് പറയുന്നുണ്ട് അവരോട്, എന്താണ് അവിടെ വന്ന വിസിറ്റേഴ്സിനോട് പറയുന്നുണ്ട്, എന്താ ഇവിടെ ഈ ഇങ്ങനെ ഈ ചായപ്പൊടി ഉണ്ടാക്കുന്ന പ്രോസസ്സിംഗ് ആണ് കൂടുതൽ അതിന്റെ ഉള്ളിലുള്ളത്. പിന്നെ എന്തോ ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ ഇങ്ങനെ ഇംഗ്ലീഷിൽ കാണിച്ചു തരും. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു. എനിക്ക് താല്പര്യമില്ല ഉള്ളിൽ കയറാന്. നമുക്ക് നോക്കട്ടെ. സ്പെഷ്യൽ ഏതാ? മസാല ചായ ഉണ്ട്. എന്നാ മസാല ചായക്കാ. മസാല ടീ ഉണ്ട്, പിന്നെ ഇഞ്ചി ജിഞ്ചർ ടീ ഉണ്ട്, ലെമൺ ടീ ഉണ്ട്. അത് വേണ്ടി റെഗുലായിട്ടുണ്ട്. മസാല ടീ കുടിക്കല്ലേ? മസാല ടീ കുടിക്കണം. എന്താ വല്യാക്കാക്ക് എന്തൊരു ഗുണം പിടിച്ചിട്ടില്ലല്ലോ മോന്താ. ചെറുതായിട്ട് പാടി. ഞാൻ കേട്ട് ചായ മസാല എരുണ്ടല്ലോ, ഞാൻ കുടിച്ചു നോക്കിയിട്ടില്ല, കൽക്കല തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ ആലോചിച്ചു മസാല ടീ ചെറുതായിട്ട് സ്പൈസിയാണ്. പൈസ എരിയുണ്ടോ? സത്യം കുറച്ച്. എന്താണ് ഇവിടുത്തെ കാഴ്ചട്ടോ? നമുക്ക് ടൈം ചായ അടിച്ചു കണ്ടേ. ഇവിടെ വാങ്ങണോ? കുഴപ്പമില്ലല്ലോ. രസമുണ്ടല്ലേ? ലാസ്റ്റ് ക്ലാസ് രസമുണ്ടല്ലേ? ഏതെങ്കിലും അഭിപ്രായം പറയുവാവോ? അല്ല, ഫസ്റ്റ് കുറ്റിയപ്പോ ഒരു സുഖം ചെയ്തു. അപ്പൊ നമ്മിങ്ങനെ പോണ കാഴ്ച കണ്ടിട്ടില്ല. ഇഞ്ചി ഇട്ടിക്കണ ഇഞ്ചിൽ ഒരു മസാല ചെയ്യാണ്. ഇഞ്ചിന് ചായ വേറെ ഉണ്ട്. അപ്പൊ ഗൈസ് നമ്മള് മാട്ടുപ്പെട്ടി ഡാമിന്റെ അടുത്ത് എത്തിട്ടോ. ബസ്സൊക്കെ എത്തി വരവാ. നല്ല വ്യൂ ഉണ്ട് ഗൈസ്, കണ്ടോളി. നല്ല ഡാമിന്റെ ആ ഒരു വ്യൂ ആണ് ഇപ്പൊ കാണുന്നത്. നമ്മൾ അധികം നേരം ഒന്നും ആ ടീ ഫാക്ടറിന്റെ അവിടെ നിന്നിട്ടില്ല. ഒരു ചായ അടിച്ചു പോന്നു. കുഴപ്പമില്ലാത്ത ചായ ആയിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല. ലാസ്റ്റ് വെച്ചൊരു എരു പരിപ്പിലാണ്ട് കയറി, അതുണ്ടായത്. ഇതാണ് നമ്മളുടെ ഡാമിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ പോലെ. ഇവിടെ ആദ്യമൊക്കെ നല്ല ബോട്ട് റൈഡിങ് കണ്ടു. ഇപ്പൊ ഒഴിവാക്കിയോ? കൊറേ പേരിങ്ങനെ നടന്നു പോകുന്നൊക്കെ ഉണ്ട്. ഇവിടെ വെച്ചല്ലേ ബാബു നീ പണ്ട് ബലൂണ് പൊട്ടിച്ചത്? അവിടെ ഉണ്ട് ആൾക്കാർ. അവിടെ പാർക്കിംഗ് വലിയ ഭാഗത്തിന് പാർക്കിംഗ് അവിടെ ബാക്ക് സൈഡിലുണ്ട്. അവിടുന്ന് ഇങ്ങനെ അവിടെ പാർക്ക് ചെയ്തിട്ട് നടന്നു തരാണ്. നമുക്ക് ബൈക്ക് ആകുമ്പോൾ കുത്തിക്കയറ്റാ. വലിയ വണ്ടിയൊക്കെ ആകുമ്പോഴേ പാർക്ക് ചെയ്യാൻ റിസ്ക് ആണ്. അതുകൊണ്ടാണ് അവിടെ എല്ലാവരും പാർക്കിംഗ് വരുന്നത്. പിന്നെ പാനിപൂരി, മസാലപൂരി, ബേൽപൂരി, ഇതാണ് പൂരിക്കാഴ്ചകൾ. മസാലപ്പൂരി, പാനിപ്പൂരി, ബേൽപൂരി. അപ്പൊ വേടിച്ചാലോ? അപ്പൊ നമ്മള് ബല്ലൂൺ പൊട്ടിക്കില്ലട്ടോ. വെടി വെച്ച് താഴെടും. 10-50 രൂപ. അപ്പൊ ഇവരില്ലേ, ഇത് മിനൂട്ടിയിലുണ്ട് ഈ ഒരു പരിപാടി തോന്നുന്നുണ്ട്. ഇവര് ബാബു ഫ്രണ്ട്സിനൊക്കെ പാടിയിട്ട് പോയിട്ട് ഈ ബലൂൺ പൊട്ടിക്കണ ഒരു ഭ്രാന്ത ഫ്രണ്ട് ഉണ്ട് മൂപ്പരാക്ക്. അപ്പൊ അങ്ങനെ മൂപ്പരാള് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് പൊട്ടിച്ചിട്ട്. അപ്പൊ അതിനു വേണ്ടി പോവാണ്, പൊട്ടിക്കാൻ പോണ ഗൈസ്. നോക്കി നോക്ക ഏതാ പൊട്ടത്. പൊട്ടി. ആളുവിളിയാണ്. ഏതാ? റെഡ്. എനിക്കിത് എക്സ്പീരിയൻസ് ഉണ്ടാവും, കാരണം എന്നും മുന്നോട്ട് പോയി തന്നെയല്ലേ പണി. അയ്യോ പോടാ കുട്ടാ, ഒന്നും വാളിപ്പോയി, സാറില്ല. പൊട്ടി നോക്കട്ടെ. ആ റോസ് എടുത്തില്ലോ. ഇതൊക്കെ ചെയ്തില്ലോ. എല്ലോ
പോയി പാളിപ്പോയി സാറേ വെക്കാൻ വേണോ അടുത്തൊക്കെ കേട്ടോ. രണ്ട് ഉണ്ട പോയെങ്കിലും ബാക്കിയൊക്കെ പ്രയാസമായി പൊട്ടിച്ചിരിക്കുകയാണ്. വെക്കണോ അപ്പൊ പറഞ്ഞ 3 വെച്ചിട്ടോ പച്ച പൊട്ടിച്ചോ. അല്ലത് വെറുതെ പൊട്ടിക്കാന്നുള്ളത് പൊട്ട് കൊള്ളു കേട്ടോ നമുക്ക്. പോയി കാലടിച്ച് മുട്ടയടിച്ച്. ഇതെങ്ങനെ പിടിക്ക എനിക്കത് ഇതൊന്നും അറിയില്ല കേട്ടോ. ഈ സാധനം ഇങ്ങനത്തെ വീട്ടില് ആർക്കറിയാം ഇതിങ്ങനെ എങ്ങനെ ഇവിടെ പോകും. പോലും കൊണ്ടില്ല. അതിന്റെ അടുത്ത് ഈ ഇതൊക്കെ നോക്ക് കേട്ടോ. അങ്ങനെയോ അങ്ങനെ നോക്ക് കാരണം വെച്ചൂടെ നേരെ കുറച്ച് നേരത്തെ പറയുന്ന ഇതേ വെച്ച് ഞാൻ ആ 3 എണ്ണം ബാക്കി 10 ബോളാണ് ആകെ ഇതാക്കിയിട്ടുണ്ടായിരുന്നത്. അതില് 3 എണ്ണം മാത്രം എനിക്ക് തന്നെ. അതില് ലാസ്റ്റത്തിന് മാത്രമേ പൊട്ടിയുള്ളൂ. ആദ്യം എനിക്ക് ആ ടിപ്പ് എന്താ പറയാ ടിപ്പ് പറഞ്ഞെങ്കില് ആദ്യം ആ പറഞ്ഞത് ഞാൻ 3 ഞാൻ പൊട്ടിക്കുന്നു. ലാസ്റ്റത്തെ മാത്രം പറഞ്ഞു. നീ എവിടുക്ക പോണേ? ഇവിടെ നിർത്തില്ല. നമുക്ക് ഇങ്ങനെ പോകണം. ഇവിടെ മാട്ടുപറ്റി ഡാമിന്റെ അവിടെ ഒന്ന് ഇറങ്ങിക്കാണ്ട് അത് ചെയ്താണ് നമ്മള് വെട്ടിച്ചാണ് നേരെ വെട്ടിക്കരുത്. പിന്നെ ഇനി കഴിയുമെങ്കിൽ ഞങ്ങൾ വരുമ്പോ ഇവിടെ ഇറങ്ങിയാണ്ട് ഈ കാഴ്ച കാഴ്ചയൊന്നുമില്ല. ഈ ഡാം ഇങ്ങനെ കാണാനാ. ഒന്നാമത് നമ്മള് ഇറങ്ങിയ നല്ലോണം ലേറ്റ് ആയി പോയി. എപ്പൊ നോക്കിയാലും ഇത് അവസ്ഥ. അത് മാത്രല്ല കഴിച്ചു ഇവിടെ ഇങ്ങനെ കണ്ട് ചടിച്ചതാണ്. അപ്പൊ സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് ഇങ്ങനെ കണ്ടുവരാം. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബാബുവിന് കൂടുതൽ കാര്യങ്ങളും സ്ഥലങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. ഞാൻ വെറുതെ ഇങ്ങനെ തൊട്ടി പിടിച്ചുകൊണ്ട് പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെയൊക്കെ കണ്ടിക്കണേ, ഏകദേശം എല്ലായിടത്തും കണ്ടിക്കണേ. എന്നാലും പോകുമ്പോ എന്തായാലും വന്നല്ല അങ്ങനെ കാണാന്ന് വിചാരിച്ചിട്ട് പോവാണ്. അങ്ങനെ കണ്ടോക്കാം. ഇവിടെ വന്ന അധിക ടൈമിലും ഞാൻ ഇവിടെ വന്ന ടൈമിലൊക്കെ ഇവിടെ അധികം ആണുണ്ടായിട്ടുണ്ട്. അതായത് ഒരു പേരിട്ട് ഒരു കൊമ്പനാണല്ലോ ഇവിടുത്തെ. അവിടെ അധിക ടൈമിൽ ഉണ്ടാറുണ്ട്. ഈ മലയുടെ എവിടെയെങ്കിലും ഉണ്ടാറുണ്ട് സാധാരണ. കൊമ്പൻ ഇന്നുണ്ടാവാൻ സാധ്യതയില്ല. കാരണം എല്ലാ പ്രാവശ്യം വരുമ്പോ കാണാനുള്ളതല്ലേ. അല്ലേ ബാബാ? ഫ്രൂട്ട് ഒക്കെ ഉണ്ടല്ലോ. ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. ഇവിടെ റംബുട്ടാനൊക്കെ ഉണ്ട്. റംബുട്ടാനില്ല. അത് എവിടേക്ക് എത്തണ്ടി? അതാണ് ബാബു പറഞ്ഞ വില്ലേജ് എന്ന് പറഞ്ഞത് കേട്ടാ. കാണുന്ന കുടുകുടുകുടു. ഇവിടെ ഫ്രൂട്ട്സിന്റെ ഒന്നും ഫാമും കാര്യങ്ങളൊന്നും ഇല്ല. എന്തോരേ പോണല്ലേ. എവിടെയാന്ന് അറിയില്ലല്ലേ എന്ന് പോയത്. എങ്ങനെ ഗായ്സ് മനോഹരമായ ഒരു കാഴ്ചയാണ്. അവിടെയൊക്കെയാണ് ഈ എന്താ ബാബു അവിടെ മഞ്ഞ ഒരു വെള്ള സാധനം കോടയാണ്. ഇന്ന് തേയില കൊണ്ടുപോകണം ഗൈസ്. ഫാക്ടറി ഇവിടെ ഒരുപാട് കടകളും വീടുകളും ഒക്കെ ഉണ്ട്. വെല്ലപ്പട്ടി എന്ന ഒരു ഗ്രാമത്തിലാണ് സ്കൂൾ കോളേജൊക്കെ ഉണ്ട്. ആ കോളേജുണ്ട് ഈ ബസ് തന്നെ. ടൂർ വന്നാണല്ലോ. ടൂർ വന്നാണ്. മോനെ അതിമനോഹരമായ മൂന്നാർ കാഴ്ചകൾ. എങ്ങനെ തണുപ്പുണ്ട് പക്ഷെ കോടല്ല. പോകാൻ കഴിയില്ലട്ടോ. അവിടെ നടക്കുന്ന ആൾക്കാരൊക്കെ ഒന്നാമത് തിരക്കിലേക്കൊണ്ട് സാധാരണ നമ്മൾ അവിടെ നിർത്തിയാൽ നടക്കുക. തിരക്കിലേക്കൊണ്ട് മാക്സിമം വണ്ടി പോവാം. അവിടെ ഒരു ഇതുണ്ട്. അതുവരെ പോയേക്കാം.
കൈയൊക്കെ വിറക്കുന്നുണ്ട് ഗൈസ്, നല്ല തണുപ്പുണ്ട്. വീട്ടിൽ പോകുന്നുണ്ട്, ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ரொம்ப தன்பா இருக்கீங்க சம்பள் തങ്കൾ. ഇതിൻ്റെ ഉള്ളൊക്കെ ഞാൻ ആദ്യമായിട്ടോ കാണുന്നത്. ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് അവിടെ വരെ വന്ന് ഇവിടെ ഭയങ്കര തിരക്കി, കാരണം ഒന്നാമത് അതാണ്. അവിടെ എന്തൊക്കെ ഫ്രൂട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ കുറച്ച് നടക്കാണ്ട്. ആദ്യമായിട്ടാണ് ഇത്ര ദൂരം, മാക്സിമം ദൂരം ഞാൻ വണ്ടി ഓടിക്കുന്നത്. മറ്റേത് അവിടെ ജംഗ്ഷനിൽ നിർത്തിക്കാണ്ട് അവിടെ നടക്കില്ല, ഇത് ദൂരം നടക്കാം. പക്ഷെ ഇത്രയായിട്ട് ഊട്ടിയല്ല, മൂന്നാർ വന്നിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് ഞങ്ങൾ വന്നിട്ടില്ല, കാരണം നമ്മൾ നടക്കാൻ ആരും വരില്ല. അവിടെ ജംഗ്ഷനിൽ വരും. അല്ല, ഭയങ്കര തിരക്കി കറിയപ്പോ വന്നാലും ഇവിടെ. പക്ഷെ ഇങ്ങനെ ഒരു ആളില്ലായ്മ അപ്പോഴാണ് കാണുന്നത്. മുട്ടായി, ചായപ്പൊടി, ചോക്ലേറ്റ് എല്ലാതും ഉണ്ട്. നെല്ലിക്ക, വൈന്, ചാമ്പ ഷട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അവസാന ഡെസ്റ്റിനേഷൻ എത്തിട്ടോ. ഇവിടെ തമിഴ്നാട് ഗവൺമെന്റ് അല്ലേ, ഗവൺമെന്റ് ഓഫ് തമിഴ്നാട്. ടിക്കറ്റ് എടുക്കാട്ടോ. അപ്പൊ നമുക്ക് മോൾക്ക് കയറാനുള്ള ടിക്കറ്റ് എടുക്കാം. ഒരാൾക്ക് 20 രൂപയെന്ന് തോന്നുന്നുണ്ട്. ഉണ്ട്, രണ്ടാണ്. കോട ഇങ്ങനെ പാറി പോണാക്കി കോട വരിക കേട്ടോ. നമ്മൾ ഹിൽ സ്റ്റേഷനൊക്കെ കോട വന്നുകൊണ്ട് നിൽക്കാണ്. ഞാൻ ഇവിടെ വന്നിട്ടില്ലല്ലോ ബാബു. ഈ ഒരു ഭാഗത്തേക്ക് നമ്മള് ഫസ്റ്റ് ടൈം അല്ലേ? ഞാൻ ഫസ്റ്റ് ടൈമാ. ഇല്ല, ഞങ്ങളവിടെ ആ ഒരു ടൈം ബസ്സിലാ വന്നിരുന്ന അന്ന് ഭയങ്കര, അത് ആ സീസണിലാണ് പെരുന്നാക്കും അതുപോലെ തന്നെ രണ്ടും നല്ല തിരക്കാ. ഒരു പ്രാവശ്യം വന്ന്, 2 പ്രാവശ്യം വന്നത് അല്ല, ഒരു പ്രാവശ്യം ഫാമിലി ടൂർ ആയിട്ട് വന്നു ലാഭോ. അത് മൂന്നാർക്കല്ല ഊട്ടിക്കല്ല പോയത്, മൂന്നാർക്ക് വന്നിരുന്നത്. അങ്ങനെ ഫാമിലി ടൂറായി വന്നു. പിന്നെ വന്ന് ഞങ്ങൾ KSRTC ഒരു പാക്കേജിൽ അങ്ങനെ വന്നു ലാഭോ. അങ്ങനെ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അത് അന്ന് സീസൺ ടൈം ആയിരുന്നു. അന്ന് ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. ഈ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത്. ഗൈസൊക്കെ കോട വന്നുകൊണ്ട് നിൽക്കാൻ കേട്ടോ ഫുള്ളായിട്ട്. ഇങ്ങോട്ട് ഇവിടുത്തുള്ള കാഴ്ചയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് നമുക്ക് ഇവിടുന്ന് വല്ല തിരക്കാം. പിന്നെന്താ, അപ്പോൾ പോണ വഴിക്ക് ഇങ്ങനെ ഒന്നും കൂടി കണ്ടുകൊണ്ടൊക്കെ ഇങ്ങനെ പോവാം. ഒരു മിറർ ഇല്ലായിരുന്നു, ഉണ്ട് ബാഗിലാണ്, അത് എടുക്കാൻ പറ്റില്ലൊക്കെ കെട്ടി വെച്ചോണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒന്നൊരു കണ്ണാട വാങ്ങിയിട്ട് എങ്ങനെ ഉണ്ട് നിങ്ങൾ കമന്റ് ചെയ്യുക ഗൈസ്. വെച്ച് കാണിച്ചു തരാം എങ്ങനെയുണ്ട്. വെറും 80 രൂപ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഈ കണ്ണാട എങ്ങനെയാണ് നിങ്ങൾ കമന്റ് ചെയ്യുക ഗൈസ്. അപ്പം ഇപ്പോൾ അപ്പോൾ ഗൈസ് ഇവിടെ ഓരോന്ന് കാണുമ്പോൾ നമുക്ക് വാങ്ങാനൊക്കെ തോന്നും. അപ്പോൾ നമ്മൾ 2 സൈഡിലേക്ക് നോക്കാൻ പാടില്ല, ഇടയ്ക്ക് നോക്കിയാൽ അത് കിട്ടും. അപ്പൊ നമ്മൾ ടോപ്പ് സ്റ്റേഷന്റെ മുകളിലൊക്കെ കയറി ഇറങ്ങി ഇപ്പൊ ഇങ്ങനെ നേരെ കുറച്ചും കിട്ടിയപ്പോ മറ്റേ വട്ടവടക്ക് പോണ ജംഗ്ഷൻ ഉണ്ടല്ലോ, അവിടെയാണ് ഇപ്പൊ ഉള്ളത്. ഇവിടെ വന്നപ്പോ നമ്മള് പോകുമ്പോ കോട ഇല്ല കേട്ടോ, പക്ഷെ ഇപ്പൊ നല്ല കോട ഉണ്ട്. കോടായി ഊതൂല, നമ്മളിങ്ങനെ ഊതൂലേ, അപ്പൊ ഇങ്ങനെ പുക ഇങ്ങനെ പോകുന്നുണ്ട് ഗൈസ്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മറ്റേ കുഞ്ഞിന്റെ മാതിരി അവന്റെ ഷോക്ക് അടിപ്പിച്ച മാതിരി ഗൈസ്. ഞാൻ ഇതിമൊക്കെ നോക്കണേ കൊറേ നേരത്തെ, എത്ര നേരം ഇങ്ങനെ പിടിച്ചിട്ടൊന്നും നിക്കണില്ല അങ്ങോട്ട് ഇങ്ങനെ. അപ്പൊ ഗൈസ് നമ്മള് ഇവിടുന്ന് നേരെ മൂന്നാർക്ക് ഇനിയിപ്പോ അടുത്ത പ്ലാനെ പറ്റി നോക്കട്ടെ. നമുക്ക് കാട്ടിത്തരാം ഇവിടെ അങ്ങോട്ട് പോകുന്നത്. ഇപ്പൊ അങ്ങോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാട്ടിയിരുന്നു. വല്ലാതെ ഇറങ്ങിയിട്ടില്ല ശരിക്കും പറയുകയാണെങ്കിൽ. നമ്മളിപ്പോ ചെറുങ്ങനെ മൂന്നാറില് പിന്നെ കാണാത്തതെന്ന് പറഞ്ഞൊരു സ്പോട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്പോട്ട് ഇല്ല. ഇപ്പൊ അവിടെ ആയിരുന്നു, അവിടെ ഇപ്പൊ കണ്ടു ഈ ഭാഗത്ത് കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ ഒന്നല്ല ഉദ്ദേശിച്ചില്ല. ഞാൻ ഈ മറ്റേ വ്യൂ ആയിട്ടുള്ള ആ ഒരു ആണ് പറഞ്ഞത്. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എക്കോ പോയിന്റിലാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വന്ന് ഇവിടെ വണ്ടി അവിടെ നിർത്തിയിട്ട് ജസ്റ്റ് ഇങ്ങനെ നടക്കണോളൂ. നമുക്ക് അവിടെ ഒന്ന് പോയേക്കാം. ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല നമ്മൾ വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്കും മാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്നുണ്ട്.
അപ്പൊ നോക്കി നോക്കട്ടെ, വാ പോയേക്കാം. വീട്ടിൽ നിന്നൊക്കെ പോയി വിളിക്കുന്നുണ്ടാവും. റേഞ്ച് ഇല്ലാത്തോണ്ട് എല്ലാരും കൂടി ആദ്യം ചൂടായി നിക്കേക്കാരം. ഇപ്പൊ ഇവിടെ ഒരുപാട് ഷോപ്പുകൾ, ഓരോ കടകളുണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള, ഡ്രസ്സ് കട, അതേമാതിരി ഗിഫ്റ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വാങ്ങാനുള്ള കുറെ ഷോപ്പുകളൊക്കെ ഉണ്ട്. നമുക്ക് തേനൊക്കെ നോക്കി നോക്കാം. വാ, ഇന്നെ കൂടെ ചോദിക്കോ. എക്കോ പോയിന്റ് പരീക്ഷ കുക്ക് ഞാൻ കുക്ക് ചെയ്തല്ലേ ചെറുക്കൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും പറഞ്ഞോ പ്രത്യേകത ഇതാണ്. എക്കോ പോയിന്റ് റോഡൊക്കെ ഫുള്ള് ബ്ലോക്കാണ്. അങ്ങനെ റോഡിലിറങ്ങി അയ്യോ, എവിടെ എവിടെ പോയിക്കോ വേഗം. സാധനം റോട്ടുമുണ്ട്. ആന റോട്ടിലുണ്ട് കേട്ടാ. ആ അതാ 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 റോട്ടിൽ ആന ഉണ്ടോ. എല്ലാരും ഉണ്ട്. മിക്കവാറും പണിയാവും. റോട്ടിൽ ആന ഉണ്ട് കേട്ടോ. അപ്പൊ ആകെ എല്ലാരും പേടിച്ച് നിൽക്കാണ്. കണ്ടിരുന്നോ ആന കണ്ടിട്ടാ. എത്ര ഉണ്ടല്ലോ കൈയെടുത്ത്. ഞാൻ രാവിലെ പോയപ്പോ ഇതിനോട് പറഞ്ഞാണ്, മൂന്നാർക്ക് വരുമ്പോ ഈ വൈക്ക് എപ്പോഴും ആന ഉണ്ടാകുന്നുണ്ട്. സാരി ഉപദ്രവിക്കണം കേട്ടോ. ഇന്ന് പടയപ്പേട്ടോ അതിന്റെ പേരാണ്. നമ്മളിങ്ങനെ വാർത്തയിൽ ഇതിൽ കാണല്ലാതെ നേരത്തെ കണ്ടില്ലല്ലോ. അതിന്റെ ബേര വണ്ടില്ല മതി. പടയപ്പാ നിന്നിട്ട് ആകെ ലോകം റോഡൊന്നാകെ ബ്ലോക്ക് ആക്കി ആകെ സീനാക്കി നിൽക്കണം മുപ്പതായിട്ടോ. നമ്മളിങ്ങനെ വാർത്തയിലും ഇങ്ങനെ ഇതിലൊക്കെ കാണലുള്ളൂ. പടയപ്പ റോഡിൽ നിർത്തി ടൈം എത്ര കണ്ടില്ലേ ഒരു കൈ നമ്മള് പടയപ്പനൊക്കെ കണ്ടുകാണ്ട് ഇതാ ഇങ്ങനെ മൂന്നാർക്ക് പിടിക്കുകയാണ്. ബാബു പറഞ്ഞ മായത്തോട് പോയപ്പോ തന്നെ പറഞ്ഞോളൂ, ഇവിടെ ആനക്കൂട്ടുണ്ടാവുന്നുണ്ട്, ഈ സ്ഥലത്ത് ആനക്കൂട്ടുണ്ടാവുന്നുണ്ട്. വന്നപ്പോ അതേമാതിരി നമ്മൾ ചേട്ടൻ പറഞ്ഞ നമ്മോട് അവിടെ ആനുണ്ട് ശ്രദ്ധിക്കട്ടോ, റോഡ് സൈഡ് നിൽക്കാണ്. വീട്ടിലുള്ള കുറച്ച് ചായപ്പൊടിയൊക്കെ ഇങ്ങനെ വാങ്ങാണ്. ഏതാണൊക്കെ ബാബു ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇവിടെ പലതരം ചായപ്പൊടികളും ഉണ്ട്. അപ്പൊ ഏതാ വാങ്ങിയതൊന്നും എനിക്കറിയില്ല. ബാബു രണ്ട് ഇന്ത്യയോടക്കും വാങ്ങുന്നുണ്ട്, നമ്മള് വീട്ടിലേക്കും വാങ്ങുന്നുണ്ട്. ഞാനൊരു തൊപ്പി വാങ്ങി. തൊപ്പി ഇതേന്നു ഞാൻ പറഞ്ഞിരുന്ന തൊപ്പി. ഇങ്ങനെയുണ്ട്, കമന്റ് ചെയ്യാട്ടാ. അപ്പൊ നമ്മള് ആ റൂം തന്നെയാണ്. മൂന്നാർന്ന് പോയില്ല. സാധാരണ നമ്മള് പോണമെന്നാണ് വിചാരിച്ചിരുന്നത്. ബാബു കൂടുതലാരും പറയട്ടാ. നമ്മൾ ഇതാ എന്താ പറയാ, ആ റൂം വെക്കേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. വെക്കേറ്റ് ചെയ്തിരുന്നു, പിന്നെയും ആ റൂമിനെ പോയെടുത്തിട്ടാ. ടൈം ഒരുപാട് നമ്മള് കരുതിയ മാതിരി ടൈം ഇവിടെ നമ്മള് വേറെ നീങ്ങണം രാത്രി കരുതി നേരമില്ല. അപ്പൊ പിന്നെ ഇവിടെ തന്നെ സ്റ്റേ ഇവിടെ തന്നെ ആക്കി. അപ്പൊ നമ്മള് അപ്പൊ ആ റൂം തന്നെ എടുത്തു. അപ്പൊ ലഗേജ് ഒക്കെ അവിടെ ഇറക്കി വെച്ചാണ് ഞങ്ങൾ ഇങ്ങനെ വെറുതെ വീട്ടിൽ എന്തെങ്കിലും ഒക്കെ വാങ്ങാന്ന് വിചാരിച്ച് ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പൊ ചായപ്പൊടി വാങ്ങിയില്ലാവോ? ചായപ്പൊടി വാങ്ങി. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാങ്ങിങ്ങാണ്ട് ഇങ്ങനെ ഫുഡൊക്കെ ആയിട്ട് റൂമിൽ പോകണം. റൂം വെച്ചിട്ടല്ലേ അപ്പൊ അവളോട് ഫുഡ് കഴിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്ലാൻ ഉള്ളത്. നമുക്ക് വഴി ഇങ്ങനെ നടന്നു നോക്കട്ടോ. അപ്പൊ നമ്മളിവിടെ ഒരു സംഭവം കണ്ടിട്ട് അങ്ങനെ നോക്കിയതാണ് കേട്ടോ. ഇത് കഴിക്കാൻ പോണേ, എന്തോ വാങ്ങാനാവും. ബാബുവിന്റെ മൂഡ് ആകെ പോയിക്കണ. എന്താ പറ്റിയ അറിയില്ല. എന്താ പറ്റിയാവോ?
ഒന്നാമത് വണ്ടി ഇങ്ങനെ കൊട്ടില്ല അപ്പൊ ക്ഷീണിച്ച. അപ്പൊ ഗൈസ് സാധനം കൈ കിട്ടിയിട്ടുണ്ട്. ഇത് എന്താ സാധനം നോക്കട്ടെ. ഇതാണ് ആ സാധനം. എങ്ങനെയുണ്ട്? രസണ്ടാ? എരുവോ? ഒരു മധുരം ഒരു എരിവ്. ബിലുവോ എങ്ങനെയുണ്ട്? ഒരു വെറൈറ്റി സാധനം. അപ്പൊ നമ്മള് നിക്കണ വില കണ്ടോ? ഇങ്ങനെ നോക്കി വിളിച്ചു അങ്ങനെ 3-4 ടൗണുകൾ കുട്ടിയൊക്കെ വാങ്ങാൻ വേണ്ടി ഇങ്ങനെ തപ്പിയത്. അപ്പൊ ഇവിടെ ഒന്നും ഇല്ല. ഇവിടെ ഇപ്പൊ കുറച്ച് എരിപ്പും കാര്യങ്ങളേ ഉള്ളൂ. കുറച്ച് കോട്ട് അതുപോലത്തെ കാഴ്ചകള്. അപ്പൊ ഗൈസ് നമ്മള് വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ടൈമില് ഫോണില് എന്താ പറയാ അതായി. അപ്പൊ നമ്മളെ റൂമിൽ വന്നിട്ട് കുത്തി വെച്ച് തന്നെ ഷട്ട് അപ്പൊ ഫോണില് വീഡിയോ എടുക്കണത്. അപ്പൊ ഗൈസ് ഇന്നത്തെ കാര്യങ്ങളും എന്താ പറയാ നമ്മളെ കൊമ്പനാ എന്താ പേര് പടയപ്പ് ഓടിച്ചതും അങ്ങനെ ഇന്നത്തെ കുറച്ച് കാര്യങ്ങളും നമ്മളെ പോക്കും കാര്യങ്ങളൊക്കെ ഒടുങ്ങിയ വീഡിയോ ആയിരുന്നു. അപ്പൊ ഇത് ഞാൻ ഇവിടെ വെച്ച് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പൊ ഗൈസ് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇത് നമ്മളെ ട്രിപ്പ് 1 ആയിരുന്നില്ല. അപ്പോ കാരണം ഇന്നാണ് നമ്മൾ ട്രിപ്പ് എന്ന് വെച്ചാ ഇവിടെയൊക്കെ മൂന്നാറ് കണ്ട ട്രിപ്പ് കൊണ്ടുവരാൻ പറ്റില്ല. 3 ദിവസം 2ാം ദിവസം. അപ്പൊ നമ്മൾ 2ാമത്തെ ദിവസമായിരുന്നു ഇന്ന്. അപ്പൊ എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ്സിൽ അറിയിക്കണം കേട്ടാ. അപ്പൊ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.